നേതാവാണ്, കരിസ്മാറ്റിക് നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. നമ്മൾ വെളിയിൽ ഇതറിയാൻ വളരെ വൈകിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് പരാതി. സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി. DGPക്ക് പരാതി നൽകിയത് കോൺഗ്രസ് നേതാവ് M മുനീർ. ഞാൻ ഇത്രയും രൂക്ഷമാണ് ഈ പ്രശ്നം എന്നുള്ളത് കരുതിയിട്ടില്ല ആരോപണങ്ങൾ വരുമ്പോഴും. പക്ഷെ ഓരോന്നോരോന്നായി വെളിച്ചത്ത് വരുമ്പോഴാണ് ഈ നനുത്ത ചിരിയോടെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന യുവാവ് എത്രമാത്രം ഭീകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമമുണ്ടായി, വളരെ മോശപ്പെട്ട രീതിയിൽ സന്ദേശങ്ങൾ അയക്കുകയും പെരുമാറുകയും ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു. ജനങ്ങളത് തിരിച്ചറിയണം. ഒരുപാട് കാലം എല്ലാവരെയും വഞ്ചിക്കാൻ സാധിക്കില്ലല്ലോ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് വെറുതെയല്ല. ഇപ്പോൾ അങ്ങനെ എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കത്തിൽ പറയുന്നത്. മാത്രമല്ല ഈ വെളിപ്പെടുത്തൽ കൂടാതെ മറ്റൊരു ശബ്ദരേഖ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. അത്തരം കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ശബ്ദം കടകംപള്ളി സുരേന്ദ്രനുമായി സാമ്യമുള്ളതാണ്, മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്നതാണ്, അതും വളരെ അശ്ലീല ചുവയുള്ള സംസാരമാണ്. അതിന്റെ പേരിലും, അതായത് അന്ന് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ മന്ത്രിമന്ദിരങ്ങളിൽ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ കൈക്കലാക്കി പിന്നീട് അവരെ വളരെ മോശപ്പെട്ട താല്പര്യത്തോടെ സമീപിക്കുന്നു എന്നുള്ള ആരോപണം കൂടി ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കന്റോൺമെന്റ് പോലീസിൽ, കാരണം ഈ രണ്ട് ആരോപണങ്ങളും നടന്നിരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്, അതുകൊണ്ട് കന്റോൺമെന്റ് പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ട വിവാദങ്ങൾക്ക് പ്രതിരോധം തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യ.